എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ടുഡേ വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എഫെസ്യ ലേഖനം 5:1 മുതൽ 3 വരെയുള്ള വചനങ്ങളാണ്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിപ്പീൻ. പ്രിയ മക്കൾ, ദൈവത്തിൻ്റെ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുക, അനുകരിപ്പീൻ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് പകർന്നു വരണമെങ്കിൽ ദൈവത്തിൻ്റെ നീതീകരണത്തിനകത്ത് നിലനിൽക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധിക്കകത്ത് നിലനിൽക്കണം. അശുദ്ധി തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തെ അനുകരിക്കുമെങ്കിൽ, ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുമെങ്കിൽ, ആമേൻ, വേറെ ആരെയും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്കാർക്കും ആമേൻ യഥാർത്ഥ സാക്ഷ്യം കാണത്തില്ല. സാക്ഷിയുള്ള ഒരുവൻ മാത്രമേ കാണത്തുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. അവനെ അനുകരിക്കാനാണ് പറയുന്നത് തിരുവചനം. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വയം ദൈവത്തിന് സൗരഭ്യപൂർണമായി വഴിപാടായി യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവീൻ. അപ്പോൾ എല്ലായിടത്തും ദൈവത്തിൻ്റെ സ്വഭാവം, എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ സ്നേഹം ആയിരുന്നു എല്ലായിടത്തും ഇറങ്ങി തൊട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവസ്നേഹമാണ് ആദ്യം ഒരു മനുഷ്യനെ സ്പർശിക്കുന്നത്. തിരുവചനം ഏത് സംസാരിച്ചോ, തിരുവചനം ഏതുമെടുത്തോ, അതിനകത്തൂടെ യേശു ക്രിസ്തുവിനെ ആമീൻ നമ്മൾ വിളംബരം ചെയ്യുമ്പോൾ, യേശു ക്രിസ്തുവിനെ പ്രസ്താവിക്കുമ്പോൾ അവിടെ ദൈവസ്നേഹമാണ് എത്തിച്ചേരുന്നത്. ഹല്ലേലൂയ. ആ ദൈവസ്നേഹമാണ് ആമേൻ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന, ആ ദൈവസ്നേഹമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി മടക്കിക്കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ദുർവൃത്തിയും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേരുപോലും അരുത്. അതാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അശുദ്ധി പാടില്ല. ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അരുത്. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് കൃപാവരങ്ങളും അത്ഭുത പ്രവർത്തികളും ഒക്കെ കാണിച്ച്, ഇതൊന്നും വേണ്ട എന്നല്ല, പ്രവചനമൊക്കെ കയ്യിലുണ്ട്, അതൊക്കെ കാണിച്ച് നമ്മൾ ആളുകളെ സൂയിപ്പിച്ചൊക്കെ നടത്തുന്ന ഒരു ഇടയാണെങ്കിൽ, സ്വഭാവം നല്ലതായിട്ടില്ലെങ്കിൽ, കർത്താവിൻ്റെ വിശുദ്ധി നമ്മുടെ അകത്തില്ലെങ്കിൽ എന്തു പ്രയോജനം? ഹല്ലേലൂയ. ഇതൊന്നും എനിക്കില്ല എന്നല്ല, ആമേൻ, കൃപാവരങ്ങളിൽ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം. അതിനൊരു മാറ്റവുമില്ല. പക്ഷേ ദൈവവചനത്തിൽ സ്ഥിരപ്പെട്ട് ആ വചനം നമ്മളെ ശോധന ചെയ്ത് ആ വചനത്തിൽ സ്ഥിരതയുള്ളതായിരിക്കണം. തിരുവചനം പറയുന്നു, നീ വിശുദ്ധൻ, ഞാൻ വിശുദ്ധനായിരിക്കാൽ നീയും വിശുദ്ധനായിരിപ്പീൻ. നമ്മൾ എന്തിന് ആമേൻ സ്തോത്രം ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നു? എന്തിന് അശുദ്ധിയിൽ ജീവിക്കുന്നു? എന്തിന് ദൈവത്തിൻ്റെ പേർ പറഞ്ഞിട്ട് വേദോസ്തവം എടുത്ത് ആമീൻ നടക്കുന്ന ഓരോ സമയത്തും നമ്മൾ അശുദ്ധിയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് നമ്മുടെ കൂടെ ഇല്ല. ദൈവസ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കൂടെ ഇല്ല. ഹല്ലേലൂയ. നമുക്കൊരു മടങ്ങിവരവ് വരാം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾ, ഓരോ വ്യക്തി ജീവിതങ്ങൾ, ദൈവദാസന്മാർ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ ആമേൻ നമുക്ക് പറ്റത്തില്ല. ഇഷ്ടമുള്ള പോലെ ദൈവം തന്നിരിക്കുന്ന സഭയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനൊക്കെ പുതിയ നിയമത്തിനകത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ നിയമങ്ങളുണ്ട്. അപ്പോസ്തലന്മാരിൽ കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളുണ്ട്, അപ്പോസ്തോലിക ഉപദേശമുണ്ട്. അതനുസരിച്ചേ നീങ്ങാൻ പറ്റത്തുള്ളൂ. ഇന്ന് ലോകത്ത് കിടക്കുന്ന പാട്ടുകൾ എടുത്തു വെച്ച് നമ്മൾ പലരെയും ആകർഷിക്കുവാൻ, സഭയ്ക്കകത്തേക്ക് ആകർഷിക്കുവാൻ പറ്റത്തില്ല. അശുദ്ധിയാണ് അത് കയറുന്നത്. വേദപുസ്തകം പറയുന്നുണ്ട്, ഇന്ന്
അന്ത്യകാല സമയത്ത് ടൈമിൽ അശുദ്ധി സഭയുടെ നടുത്തളങ്ങളിൽ കാണും. ടൈമിൽ അതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് പലരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കുന്നവർ, കർത്താവിനെ ആമേൻ ആരാധിക്കുന്നവർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ഇന്ന് ഇതെല്ലാം വിട്ടേച്ചും തിരുവചനം ജനങ്ങൾക്ക് കൊടുക്കാതെ, തിരുവചനത്തിൽ ആമേൻ ആശ്രയിക്കാതെ, കർത്താവിനെ കാണിച്ചു കൊടുക്കാതെ ലോകത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് സഭയ്ക്കകത്തോട്ട് ആകർഷിക്കുന്ന പലതും അശുദ്ധിയിലാണ് നടക്കുന്നത്. അതിനെ വിട്ട് മാറി കർത്താവിൻ്റെ കൂടെ യാത്ര തിരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ കൂടെ യാത്ര തിരിക്കാം. സ്തോത്രം. നമുക്ക് ഈ ലോകത്തിലുള്ള സാധനങ്ങളൊന്നും വേണ്ട. അതൊന്നുമല്ല ആമീൻ ജനത്തെയോ യുവാക്കളെയോ ആകർഷിച്ച് സഭയ്ക്കകത്തോട്ട് കൊണ്ടുവരുന്നത്. സഭയ്ക്കകത്തോട്ട് ആമീൻ അപ്പോസ്തലന്മാർ കൊണ്ടുവന്നിരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവത്തിൻ്റെ വചനവും ദൈവശക്തിയൊക്കെ. ഹല്ലേലൂയ. തിരുവചനവും ഇല്ലാതെ ഒന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആമേൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ദൈവം സ്പർശിക്കട്ടെ. ഒന്ന് മാറ്റം വരുവാൻ, ഒരു തിരിച്ചറിവ് വരുവാൻ ആമേൻ ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അശുദ്ധമായതൊന്നും ഞങ്ങളുടെ ഭവനങ്ങളിലോ ഞങ്ങളുടെ സഭകളിലോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലോ വന്ന് തൊടുവാൻ അനുവദിക്കാതെ വണ്ണം ഞങ്ങളെ കാവൽ ചെയ്യുന്നതിനായി സ്തോത്രം. വെളിയിൽ കിടക്കുന്നതൊന്നും അകത്ത് കയറുവാൻ അനുവദിക്കാതെ അതിനെല്ലാം പിശാചിൻ്റെ കതകുകളെയും ഡോറുകളെ ക്ലോസ് ചെയ്യുന്നതിനായി സ്തോത്രം. ഇത് കേട്ടോണ്ടിരിക്കുന്നവർ ഈ പ്രാർത്ഥിച്ച് മടങ്ങി വരട്ടപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.